പറയാതെ വയ്യ. ഉത്തർപ്രദേശിലെ ദളിത് മുസ്ലിങ്ങളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. 2017 യോഗി ആദിത്യനാഥ് അധികാരത്തിലേറിയതിനു ശേഷം, 2014 മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പറയേണ്ടതേയില്ല. അങ്ങനെ ഒരു പൊതുവികാരം യോഗി ആദിത്യനാഥിന് നേരെ ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വർഗീയതയുമായി ബന്ധപ്പെട്ട്, പശുവിന്റെ പേരിലുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം യോഗി ആദിത്യനാഥിന് നേരെ അവിടെ ഉണ്ടായിരുന്നു, മോദി സർക്കാരിന് നേരെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJPയുടെ ഗുണ്ടായിസത്തിന് മുന്നിൽ, EVM മിഷനുകളിലെ അട്ടിമറിക്ക് മുന്നിൽ ആ പാവം നിർധരരായിട്ടുള്ള പാവങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. യോഗി ആദിത്യനാഥിന്റെ 2017 അധികാരമേറ്റതിന് ശേഷമുള്ള ചില ക്രൂരകൃത്യങ്ങളുണ്ട്, എടുത്തു പറയാതിരിക്കാൻ വയ്യ. ആ ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കേസുകളിൽ പോലും അംഗമല്ലാത്ത, അല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ പോലും ഇല്ലാത്ത, പോലീസ് കെട്ടിച്ചമച്ച ചില കേസുകളിൽ പ്രതിയാക്കി അവിടെ എൻകൗണ്ടറിൽ കൊലപ്പെടുത്തിയത് നിരപരാധികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുത്തേണ്ട ദളിതരെയും മുസ്ലിങ്ങളെയുമാണ്. പക്ഷെ അതിലും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ വേട്ടയാടലിൽ ഇരയാക്കപ്പെട്ടവർ 18 വയസ്സ് പോലും പ്രായം തികയാത്തവരാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ പശുവിന് വേണ്ടി എല്ലാം ചെയ്ത യോഗി ആദിത്യനാഥ്, പശു കർഷകർക്ക് വേണ്ടിയിട്ട്, അതായത് കന്നുകാലി കർഷകർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്ത യോഗി ആദിത്യനാഥ്, അങ്ങനെ വാരിക്കോരി പശുക്കളെ കർഷകർക്ക് വേണ്ടി ഇങ്ങനെ കോരിക്കൊടുത്ത യോഗി ആദിത്യനാഥിന് തന്നെ അവസാനം ആ പശുക്കൾ തിരിച്ചടിയായിരുന്നു. കാരണം വാങ്ങിയ പശുക്കൾക്കൊന്നും കൃത്യമായിട്ടുള്ള ചിലവുകൾ വഹിക്കാൻ വയ്യാതെ പശു കർഷകർ അടക്കം യോഗി ആദിത്യനാഥിന് നേരെ തിരിയുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. കരിമ്പ് കർഷകരുടെ അവസ്ഥ, സാധാരണ കർഷകരുടെ അവസ്ഥ, എല്ലാം കൊണ്ടും UPയിൽ ഒരു സർക്കാരിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ജനവിരുദ്ധ നടപടി ഉണ്ടായിരുന്നു. വലിയ പ്രതിരോധം യോഗി ആദിത്യനാഥിനെതിരെ അവിടെ കർഷകർ തീർത്തിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് യോഗി ആദിത്യനാഥിന് നേരെ വിരൽ ചൂണ്ടിയവരെ വേട്ടയാടാതിരിക്കുമോ യോഗിയുടെ പുതിയ ദുരന്തങ്ങൾ ഉത്തർപ്രദേശിലെ ജനങ്ങളെ വേട്ടയാടപ്പെടുമോ? UPയിലെ നയാബൻസ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഗ്രാമവാസികൾ പറഞ്ഞ കാര്യം മറന്നു പോകരുത്. അവിടെ സുബോധ് കുമാർ സിംഗ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിന് ശേഷം ആ നാട് വലിയ അങ്കലാപ്പിലാണ്. ആ നാട്ടിലെ ജനങ്ങൾ BJPയുടെ പ്രവർത്തകരെ കാണുമ്പോൾ കൈകൂപ്പി അപേക്ഷിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത്. ആ ഗ്രാമത്തിലെ ജനങ്ങൾ പല മാധ്യമങ്ങളോടും പറഞ്ഞത്, അതായത് റോയിട്ടേഴ്സിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. റോയിട്ടേഴ്സിനോട് പറഞ്ഞത്, UPയിൽ വീണ്ടും BJPക്കാണ് മുൻതൂക്കം നേടുകയാണെങ്കിൽ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയുകയില്ല എന്നാണ് നയാബൻസിലെ ആ ഗ്രാമവാസികൾ പറഞ്ഞിട്ടുള്ളത്. ബുലന്ദ് ഷഹറിലെ ഒരു പ്രദേശമാണ്, ബുലന്ദ് ഷഹർ എന്ന ജില്ലയിലെ ഒരു പ്രദേശമാണ് ഈ നയാബൻസ് എന്ന് പറയുന്ന ഗ്രാമം. അപ്പോൾ അവിടെ ഒരു കാര്യം നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. വേട്ടയാടലിന്റെ പുതിയ അധ്യായം രചിച്ച് യോഗി ആദിത്യനാഥ് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച കാണാൻ UPയിലെ പാവപ്പെട്ട നിർധരരായിട്ടുള്ള ചില ആളുകളുടെ ബലത്തിൽ മാത്രം ചില മുസ്ലിങ്ങൾ, ചില ദളിതർ BJPയോടൊപ്പം കൂടെ നിന്ന് BJPക്ക് വേണ്ടി അവിടെ മാമാപ്പണിയെടുക്കുന്ന ഒരു വലിയ കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ചിലരെ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെയൊക്കെ അവസ്ഥ അതീവ പരിതാപകരമാണ്. യോഗി ആദിത്യനാഥ് പുതിയ ദുരന്തവുമായി ആ സമൂഹത്തെ വേട്ടയാടാൻ വരും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു റോയിട്ടേഴ്സിന് മുന്നിൽ ആ ഗ്രാമവാസികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു കാര്യം വ്യക്തമാക്കി പറയാം. രാജ്യം ചിലപ്പോൾ 2014 നേരിട്ട ദുരന്തങ്ങൾക്കപ്പുറമായിരിക്കാം, ചിലപ്പോൾ സാധ്യതകൾ അങ്ങനെയാണുള്ളത്. രാജ്യത്ത് UP അടങ്ങുന്ന ചില സംസ്ഥാനങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന മധ്യപ്രദേശിൽ പോലും പരസ്യമായി ദൃശ്യം പകർത്തി ഒരു കുടുംബത്തെ വേട്ടയാടാൻ ചിലർ തയ്യാറായത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.